അയ്യോ നേരത്തെ പറഞ്ഞൂടെ മണ്ടത്തി തലേക്കിടായിരുന്നു. എന്റെ അടുത്ത് ഇതുള്ളൂ. ഇത് ശ്രീമോക്കുള്ള ഒരു സർപ്രൈസ് ആണ്. എന്താണ്? പ്രത്യേക ശ്രീമോക്കുള്ള ഈ സർപ്രൈസ് ആവൂല തരാ, എന്തെങ്കിലും പണിയാവും തരാ. പണി ഞാൻ കാണിച്ചാ. വല്ല ഫൈനും കിട്ടിയോ? ഫൈന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അജുവോ ശ്രീമോക്കുള്ള സർപ്രൈസ്. ഒന്ന് വേഗം കൊറേ നേരമായി ഞാൻ ക്യാമറ ഓൺ ആക്കി. ശ്രീ ചേച്ചി വയലൻസ് വല്ല ട്രാഫിക് വല്ലതും തെറ്റിച്ചോ? അത് ഓനല്ലല്ലോ വരിക, എനിക്കല്ലേ വരിക. ശ്രീമോക്ക് എന്താ ദൈവേ, എന്റെ ഫൈൻ വന്നോ? വെയിറ്റ് ചെയ്യ്, ശ്രീമോക്ക് ഒരു സർപ്രൈസ്. ഫോൺ യൂസ് ചെയ്തിണ്ടാവും ഞാന്, അതാവൂല്ലേ. ഞാൻ ഇപ്രാവശ്യം അങ്ങനെയാണെങ്കിൽ എനിക്കാ മെട്രാഷനിൽ വരാ, ഇവന് വരില്ല. എന്ത് എന്ത് കിട്ടിയാലും ഇവന് വരില്ല, എനിക്കാ വരിക. എനിക്ക് മെസ്സേജ് വരാതെ അണക്ക് അയക്കൂര്, നിന്റെ ചേച്ചി ഇതാ ഫൈൻ അടിച്ചു എന്ന് പറഞ്ഞിട്ട്. ഉണ്ണീല് വന്നു കഴിഞ്ഞാൽ ആർക്കാ മെസ്സേജ് വരാ? ഉണ്ണീല് വന്നു കഴിഞ്ഞാൽ ചിക്കു എന്തിനാണ് ഇടയിൽ കൂടെ കളകള പറയണേ? വെയിറ്റ് ചെയ്യ്, സാധനം എന്റെ കയ്യിലല്ലേ. ഞാനാണോ ഇവന്റെ വണ്ടി എടുത്തേ? ഫൈൻ വന്നിട്ടുണ്ടോ? ഫൈൻ വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര നേരം ഒന്നും പിടിച്ചു നിൽക്കൂല. അവന് വന്ന പാടെ അവൻ അതും കൊണ്ടാവും വരിക. ഏത് എന്തോ ഇപ്പൊ ഉണ്ടാക്കാണ്, വെച്ചൊന്നേ ഉണ്ടാക്കിയ ഞാൻ വിശ്വസിക്കില്ല കേട്ടോ. എന്തൊക്കെ മനസ്സിലായില്ല. ക്രൂയിസർമാർക്കെങ്കിലും ഫൈൻ കിട്ടിയിട്ടുണ്ടോ? ക്രൂയിസർമാർക്കെങ്കിലും ഫൈൻ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഉറപ്പാ? ഉറപ്പ് കിട്ടി. പക്ഷെ വണ്ടി ഇത്രയും മോളെ വരില്ല. ആർക്കെങ്ങനെ കിട്ടി? അന്തസ്സായിട്ട് കിട്ടി. അതാണെങ്കിൽ ഇക്കല്ലേ മെസ്സേജ് വരാ. ആർക്കെങ്ങനെ മെസ്സേജ്? എനിക്ക് കിട്ടി, എനിക്കറിയാലോ വന്നിട്ടുണ്ടെന്ന്. ഞാൻ എന്റെ നല്ല വന്നത്. അത് ഇതുവരെ ആദ്യം കിട്ടിയിട്ടില്ലല്ലോ. അതിന്റെ സംഭാവന ഞാനാ. എന്തൊക്കെയാ ഈ മണ്ടത്തരം പറയുന്ന ജോ? ക്രൂയിസറിന് ഒരു ഫൈൻ കിട്ടിയിട്ടുണ്ട്. എവിടെ കാണട്ടെ? കാണട്ടെ, ഫോട്ടോ ഒക്കെ ഉണ്ട് ശ്രീ. കാണട്ടെ, ആ ഫോട്ടോ ഒന്ന് കാണട്ടെ. കൺഗ്രാജുലേഷൻ, സെലിബ്രേഷൻ, വണ്ടർഫുൾ വണ്ടർഫുൾ ഇമേജ് ഓഫ് വയലേഷൻ, വണ്ടർഫുൾ. ഇതാരാ പാർക്ക് ചെയ്ത്? അനക്ക് കിട്ടിയതാ? അന്തസ്സോടെ എവിടെയാ പാർക്ക് ചെയ്ത്? ഈ ബർവ വില്ലേജിന്റെ ഉള്ളത്തെ മറ്റേ സാധനല്ലേ, നമ്മളാ തിരിഞ്ഞ യൂട്ടേണ് തിരിയൂലേ, ആ തിരിച്ചില്ലേ. അതായത് യൂട്ടേൺ അടിക്കാത്ത പാടില്ലാത്ത ഭാഗത്ത് കൂടെ വണ്ടി എല്ലാരും നമ്മൾ എടുത്തു പോണ സ്ഥലമാണ്. അവിടെ നടന്ന് വിട്ടേ. അതിനെന്തിനാ എനിക്ക് കൺഗ്രാജുലേഷൻ പറയണം? അത് നമ്മളെല്ലാരും കൂടി പോയതാ, അപ്പൊ എല്ലാരും കൂടി ഷെയർ ഇടാ. ഡ്രൈവർ 50 50 50 50 പരിപാടി നമ്മളെല്ലാരും കൂടി നമ്മളെ ആവശ്യത്തിന് വേണ്ടി പോയതാണെങ്കിൽ നമ്മളെല്ലാരും ഫൈൻ ഇടും. അങ്ങനെയല്ല, ആരാണോ വണ്ടി ഓടിച്ചത് അവരുടെ മിസ്റ്റേക്ക്. എന്റെ ആവശ്യത്തിന് ഞാൻ ഒറ്റയ്ക്ക് പോയിണ്ടെങ്കിൽ ഞാൻ അടിക്കും. അങ്ങനെയല്ല മോനെ. എന്ത്? അങ്ങനെയാണെങ്കിൽ എടാ, ഒരു ഡ്രൈവർക്ക് കുറെ ക്വാളിറ്റീസ് വേണം, അതിനാണ് ലൈസൻസ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് മെഡിക്കൽ കമ്മീഷൻ വരെ പോവാ ശ്രീമോക്ക് എന്തിനാ വണ്ടി? അതിന്റെ എവിടെ ക്യാമറ? ബാക്കിയുള്ള സ്ഥലത്ത് മൊത്തം എന്നെ കൊണ്ടുപോകും, എന്നിട്ട് എനിക്ക് ഫൈൻ വാങ്ങിപ്പിച്ചു തരും. എല്ലായിടത്തും ബാക്കിൽ ഞെളിഞ്ഞിരിക്കും, എന്നിട്ട് ഞാൻ ഓടിക്കും, എന്നിട്ട് എനിക്കുള്ളിടത്തൊക്കെ ഫൈന് കിട്ടും, എന്നിട്ട് അത് ഞാൻ അടക്കും. എന്തത്? എടാ, ഫൈൻ ഇല്ലാതെ ഓടിക്കണം, അതാണ് കഴിവ്. ഞാൻ ഇതില് ഷെയർ ഇടൂ, ഞാൻ ഇന്റെ ഷെയർ ഇടുള്ളൂ. 4 ആളെ ഷെയർ ഉണ്ടെങ്കിൽ ഞാൻ അതുകൊണ്ട് എല്ലാരും വിളിച്ചു വരുത്തി പറഞ്ഞേ 1 2 3 സുഭാഷ് ചേട്ടൻ വേണമെങ്കിൽ കൂട്ടാ, അപ്പൊ ഷെയർ കുറയും. എനിക്ക് ശരീരമില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് അടിക്കൂല ശ്രീമോള. നീ ഒറ്റയ്ക്ക് എന്നെ അടിക്കും, നിനക്കിത് പാടാവണം. ഞാൻ ഇവന്റെ എന്നും മൊബൈലിൽ മൊബൈലിന്റെ അല്ല എന്താണെങ്കിലും അജു എന്നെ അടയ്ക്കും. ഇന്റെ പേരിലല്ല വണ്ടി, നിന്റെ പേരിലാണല്ലോ. ഞാൻ അടയ്ക്കൂല. നീ നാട്ടിൽ പോവൂല, നീ ഫൈൻ അടിച്ചു നാട്ടിൽ പോവൂല. വണ്ടി ഓടിക്കുമ്പോ സൂക്ഷിക്കണം, മനസ്സിലായോ? കൊല്ലടാ, അപ്പ തല്ലും കാണും. ഷെയർ ഇട്ടോ, ഷെയർ ഇടൂല. സുഭാഷ് ചേട്ടാ, സുഭാഷ് ചേട്ടാ എണ്ണ അയക്കാണ്. വലിയല്ലേ നിങ്ങളെല്ലാരും ആവശ്യത്തിനും വേണ്ടി നിങ്ങൾ എന്തിനൊക്കെ നിങ്ങളെ വണ്ടി എടുത്ത് പോയിക്കൂടെ? ഫൈൻ വാങ്ങിച്ചിട്ട് നാണാവില്ല എനിക്ക് എല്ലാരും വിളിച്ചു വരുത്തിയിട്ട് ഷെയർ ഇടാൻ പറയാൻ?
ഫൈനൽ തളരുന്നാണോ ഒന്നല്ല, അതിപ്പോ 4ാമത്തെ ഫൈനാ ഖത്തറിൽ. തളർന്ന് ഞാൻ ഈ വഴി ആയി. അതുകൊണ്ടാണ് ഇതിനെങ്കിലും ഷെയർ ഇടുന്ന ഒരാളുണ്ട്, ദാ, ആ കിടക്കുന്ന ആള്. അതിന്റെ ഉള്ളിൽ ഇതാ സഫാരി കൊണ്ട് ഇനി അവിടേക്ക് തന്നെ പോണ്ടേ. ഇതിന്റെ ഒക്കെ ഓരോ കാരണം കൊണ്ട് എനിക്ക് ഫൈൻ ഇടണം കൂടി കൊണ്ടാ. ഒറ്റയ്ക്ക് അടിച്ചോ. ഈ കേട്ടിട്ടില്ലേ, അവനവൻ ചെയ്യുന്ന പാപങ്ങള് ഏറ്റെടുക്കാൻ ആരും വരൂലെന്ന്? അതാണ് കേട്ടോ ഇത്. എന്താ കേട്ടോ ഫൈൻ എങ്ങനെ ഫൈൻ എങ്ങനെ അടയ്ക്കാന്നോ? അത് ഓണാക്കുക, എന്നിട്ട് കാർഡ് സെലക്ട് ചെയ്യാം. അയ്യോ എനിക്ക് കാർഡില്ല. സാരല്ല, നാട്ടിൽ പോണ്ടെന്നാല്. എന്റെ അടുത്ത് ഇതുള്ളൂ. നമ്മളെ കയ്യിലുണ്ട് റോൾഡ് അല്ലാത്ത സാധനം. ചവിട്ടി കൂട്ടം ഞാൻ നിന്നെ. ഷെയർ ഇടാതെ പോവില്ല ശ്രീമോ. ഇതേ രാമൻ പറഞ്ഞില്ലേ ഒരാളോട്, വാൽമീകിനോടാണോ പറഞ്ഞത്? എനിക്കറിയില്ല ശ്രീ, ആരോടോ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കാട്ടാളനായിരിക്കുന്ന ആളോട്, നീ ചെയ്യുന്ന പാപത്തിന്റെ ശിക്ഷ ആരൊക്കെ അനുഭവിക്കും? എന്റെ ഫാമിലി ഒക്കെ അനുഭവിക്കും എന്ന് പറഞ്ഞു. അപ്പൊ രാമൻ പറഞ്ഞു, പണ്ടാറടക്കത്ത് എനിക്ക് മാത്രമല്ല കിട്ടുള്ളൂ, ഫാമിലിക്ക് മൊത്തം കിട്ടണ്ടേ. അതിനാണ് ഞാൻ ഞാനൊക്കെ സൂക്ഷ്മതയിലാ വണ്ടി ഓടിക്കാം. ഇവിടുന്ന് മെഡിക്കൽ കമ്മീഷൻ വരെ എന്ത് ഞാൻ വിളിച്ചേരിച്ചല്ല. ഇവിടുന്ന് മെഡിക്കൽ കമ്മീഷൻ വരാൻ ഒരു ക്യാമറ പോലും ഇല്ല. ഇത് ബാക്കിയുള്ളടത്ത് പോണോടത്തൊക്കെ ഇന്നും കൊണ്ടുപോകുന്നിട്ട് എനിക്ക് അടിച്ചു തരാം. ആയിക്കോട്ടെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഒരാൾക്ക് ഖത്തർ ഗവൺമെന്റ് എങ്ങനെയാ ലൈസൻസ് തരുന്നത്? എങ്ങനെയാണ്? ബുദ്ധിയും ബോധം ഉണ്ട് എന്ന് എഴുതിയിട്ടാ. അതില്ലാന്ന് ബോധത്തിന്റെ കാര്യമല്ല പറഞ്ഞ സ്നേഹബന്ധമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, യു ടേൺ അലോഡ് എല്ലാ സ്ഥലത്ത് പോയിട്ട് യു ടേൺ അടിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഫൈൻ? അവിടെ എല്ലാരും നമ്മൾ എടുക്കുന്ന സ്ഥലം, സ്ഥിരമായിട്ട് നമ്മൾ എടുക്കുന്ന സ്ഥലം. എല്ലാരും ഒരു സ്ഥലത്ത് പോയിട്ട് ശ്രീമോളെ, എല്ലാരും ഒരു സ്ഥലത്ത്. ശ്രീ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സ്നേഹത്തിന്റെ പേര് ഞാൻ ചോദിക്കാം, സ്നേഹബന്ധം ഉണ്ടോ? സ്നേഹബന്ധം ഉണ്ട്. ഞാൻ ആരാ ശ്രീന്റെ? ആരാ? എനിക്കറിയില്ല. ഞാൻ ഇന്റെ ആരാ? ഞാൻ ശ്രീമോൾ ആരാ? അപ്പൊ നീ എന്താ പൊട്ടരാ? ഞാൻ ചിക്കുന്റെ ആരാ? അനിയൻ. അനിയനല്ലേ? അപ്പൊ അനിയനൊരു പ്രശ്നം വന്ന് നിങ്ങളല്ലേ നിക്കണ്ട്? ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് ഇപ്പൊ എത്ര വരെ എത്തിയിട്ടുണ്ട്. ഇത് പറ, സ്നേഹത്തിന്റെ ബന്ധത്തിൽ ചിക്കു നിക്കോ? കമ്മലോ അരഞ്ഞാണോ എന്ത് തേങ്ങയാണെങ്കിൽ ഞാൻ കൊണ്ടേക്കോളത്താ. മോതിരം സ്വർണ്ണ നന്ദേനെ അറിഞ്ഞാണെന്നൊരു കണ്ണിയാ എടുത്തോട്ടെ. അതെ, ഫൈൻ അടിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് എത്ര വേണമെങ്കിലും നാട്ടിൽ പോവാനുള്ള ശ്രീമോളെ. നാട്ടിൽ പോകാൻ പറ്റൂല, നാട്ടിൽ പോണെങ്കിൽ അതിന് ഫൈൻ അടച്ചിട്ട് പോയിക്കോ. വണ്ടി ഞാൻ പേർക്ക് മാറ്റണമെങ്കിലും ഫൈൻ അടക്കണല്ലേ. എനിക്ക് എന്റെ പേരിൽ വണ്ടി വേണ്ടോ. ചിക്കുന്റെ പേരിൽ ഞാൻ വണ്ടി എടുക്കാം. ചിക്കു, ഞാൻ വേറെ സംഭവം പറഞ്ഞുതരാം. ഇവിടെ വണ്ടി സ്വന്തം പേരിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്നും ക്യാൻസൽ ചെയ്ത് വിടുന്നില്ല. അപ്പൊ ചിക്കുന്റെ പേരിൽ വണ്ടി ആക്കിക്കോ. മനസ്സിൽ വെച്ച പോരെ, എന്നാ വാളാ മതി. എന്താ കാട്ടുക? നിങ്ങൾ ഷെയർ ഇട് ശ്രീ, സ്നേഹത്തിന്. ഞാൻ എനിക്ക് പറ്റുന്നില്ല. ഇല്ല ജോ, ഇപ്പം ഇവന്റെ ഈ സ്വഭാവം കണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. എന്ത് സാധുവാണെന്ന് ചിന്തിക്കരുത്. ഇവൻ ഇന്ന് ഇത്രയും സൗമ്യമായി ഞങ്ങളെ വിളിച്ചിരുത്തി വർത്താനം പറഞ്ഞതിന് എന്തിനാണെന്നറിയോ? ഈ ഫൈനിന്റെ കാര്യം കൊണ്ടാണ്. എല്ലാരും ആലോചിക്ക്, എല്ലായിടത്തും ഞാൻ കൊണ്ടുപോകണം. ഇവർക്ക് പൊട്ടൊരു തേങ്ങ ഇടുന്ന പോലെ. ഞാൻ ഡ്രൈവറാ ഇവിടുത്തെ, അറിയോ നിങ്ങൾക്ക്? ഹൗസ് ഡ്രൈവറിന്റെ മുതലാളിമാരാണ് ബില്ലടക്കേണ്ടത്, അറിയോ? ആര് പറഞ്ഞു? ഞങ്ങൾ ജോലിന്ന് പുറത്താക്കും, അത്ര ഉണ്ടാവും ഫൈനൊക്കെ വന്നു കഴിഞ്ഞാൽ. ഇപ്പൊ തൽക്കാലം അടിക്കും, ഞാൻ വായ്പയായിട്ട് പിന്നെ ഇതിലാരൊക്കെ വലിയ ചിക്കോ ഫൈൻ അടയ്ക്കാൻ ഖത്തർ ഗവൺമെന്റ് അല്ലെങ്കിലും ആ ഒരു ഫൈൻ കിട്ടിയിട്ടൊന്നും അല്ല അവര്. എനിക്ക് ഇൻസ്റ്റാൾമെന്റ് തന്നെ അല്ല, അവരെന്തിനാ അത് ജീവിക്കുന്ന അറിയോ? എന്നും ആ വിഷമം ഉണ്ടാവണം. തെറ്റ് ചെയ്യുമ്പോ പിന്നെ എന്നിട്ട് ബാക്കിയുള്ളവരെ വിഷമം. ഞാൻ ഇതുവരെ ഒരു ഫൈൻ പോലും വാങ്ങിച്ചിട്ടില്ലല്ലോ. അതിന് ശ്രീ എങ്ങോട്ടാ വണ്ടി എടുത്ത് പോയിട്ടില്ല. 6 വർഷമായില്ലേ ലൈസൻസ്? ഇവിടുന്ന് സ്കൂട്ടി വരെ പോകുന്നിട്ട് തിരിച്ചു വരും. ഞാൻ ഇന്നലെ ഡോക്ടറെ അടുത്തൊക്കെ ഒറ്റയ്ക്കല്ലേ പോയേ, അല്ലേ? ഞാൻ അതാ പറഞ്ഞത്, ഞാൻ 7 വർഷമായി ലൈസൻസ് എടുത്തിട്ട് ഇതുവരെ ഞാൻ ഒരു ഫൈൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. നീ എത്ര വർഷമായി? ഞാൻ 7 വർഷമായിട്ട് ഒരു ഫൈൻ വാങ്ങിച്ചില്ല. അപ്പം നീ ലൈസൻസ് എടുത്തിട്ട് ഇവിടെ 3 വർഷം. ശില്പേനെ പിടിച്ചാലോ? 3 സ്നേഹത്തിന്റെ പേര് ശില്പ അപ്പുറത്തെ എണ്ണ തിരുമ്മിയിരിക്കുന്നത് കാലിക്കോട് പണ്ടാറടക്കത്ത് ഓരോ പേരുള്ള വണ്ടി എനിക്ക് കുഴപ്പമില്ലേ, വലിഞ്ഞിങ്ങോട്ട് നടക്കാം. ഇതിന്റെ പേരിലല്ലേ എനിക്ക് പോണ്ടേ? അതാ പറഞ്ഞേ, നേരെ പോയി സുഭാഷ് എടുത്ത് കാലിക്കല് ഒറ്റ വീഴ്ച. അല്ലെങ്കിൽ സുഭാഷ് നിങ്ങൾ വണ്ടി കൊണ്ട് എങ്ങടി പോയെന്ന് വെച്ചാലോ? സുഭാഷ് ചേട്ടൻ അതിന് വേല മടിയനാണ് വണ്ടി ഓടിക്കാൻ. വേറെ സഫാരി പോയപ്പോഴും ഞാനാ ഓടിച്ചത്. നിങ്ങൾ എവിടെ പോയിട്ട് ഫൈൻ അടിച്ചു ചോദിക്കലേ? പുള്ളി ഇത് കാണണം, പുള്ളിന്റെ വൈഫ് എന്തായാലും ഈ വീഡിയോ കാണണം. ഭാഗ്യം എനിക്ക് ഇവിടെ വണ്ടി ഓടിക്കാൻ അറിയാം, അല്ലെങ്കിൽ ഇവര് ഇത് എന്റെ തലയിൽ കിട്ടാറേ.
ഈ ചിക്കൊന്ന് വണ്ടിയിൽ ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് അടിച്ചാണോ? ആ ഓള് മുന്നിലിരുന്ന് ക്യാമറ നോക്കി. ആ അതും ആവും ചിലപ്പം. ചിക്കുവിനോട് സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞു. അതാവും വയലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ. സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് വയലേഷൻ ഉണ്ടാവും. എന്റെ അടുത്ത് ഒന്നും അയ്യോ നേരത്തെ പറഞ്ഞൂടെ ഇതിലെ മണ്ടത്തി തലേക്ക് ഇടായിരുന്നു. സ്വന്തം എന്ന് പറയാൻ എനിക്ക് ഇവിടെ ആകെ എന്തേ ഉള്ളു ചിക്കു തന്നില്ലേ ചിക്കു സീന ഉണ്ടോ? ഞാൻ പറയും ഇന്നെ പോയിനടക്കാത്തതിന് എന്താ വെച്ചാൽ ഞാൻ പറയും ചേച്ചി പൈസ തന്നില്ല ഓള അടച്ചത്. എനിക്ക് തലവേദനിച്ചിട്ട് അതൊക്കെ സീനാണ്. ചിക്കു അടക്കേണ്ടി വരും. തമാശല്ല, പിടിച്ചു കൊണ്ടുപോകും. ഇവിടെ നിയമങ്ങളൊക്കെ വ്യത്യാസം. നമ്മളെ നാട്ടിലത്തെ നിയമല്ല. എനിക്കറിയാം, അതാണ് അന്നെ മാത്രം ബാധിക്കുന്ന കാര്യം. അത് ഞാൻ നിങ്ങളോട് വിളിച്ചു വരുത്തി ഇത്ര സ്നേഹത്തിലല്ല. ഞാൻ എനിക്ക് പറ്റാത്തതിന്റെ ഒന്നുമില്ല ശ്രീ. നല്ല സ്നേഹത്തോടെ തന്നെയല്ലേ എല്ലാരും പറഞ്ഞത്. 5 പൈസ ഇല്ല. എന്തെങ്കിലും തരുമോ? ഒരു 50 താ ശ്രീമോളെ. ബാക്കി നല്ലൊരു ഐഡിയ ഉണ്ട്. ഒരാളെ വിളിക്കാൻ പറ്റും എനിക്ക്. ആരെയാ? നാട്ടിക്ക് അമ്മേനോ അമ്മ അച്ഛനോ? അച്ഛനെ വിളിച്ചു. ശരി, കറക്റ്റ് കിട്ടും. അച്ഛന്റെ ബില്ലും കൂടി ഇങ്ങോട്ട് തരും. വേറാരാ? വേറൊരു ഐഡിയ ഉണ്ട്. എല്ലാ പെങ്ങന്മാരും വിളിച്ചോക്കല്ലേ? അങ്ങനെയല്ല, പൊന്നീന്റെ അച്ഛനെ വിളിച്ചാൽ ചിലപ്പോ രക്ഷപ്പെടും. കല്യാണം കഴിപ്പിച്ചു തരൂല. പിന്നെ ഫൈനടക്കാൻ വകുപ്പില്ലാത്ത ആൾക്കൊക്കെ എങ്ങനെയാ പെണ്ണടിച്ചിരിക്കും? അക്കുവിന്റെ പഴയ വല്ല മോതിരം വരഞ്ഞാണോ വള തള? പണ്ട് കുട്ടികൾക്ക് തളയൊക്കെ ഉണ്ടാവില്ലേ? അതൊന്നുമില്ല. എന്താ എന്റെ ഉള്ളത്? സ്വർണ്ണം മുടിയുണ്ടല്ലേ? അതെ